വെൽക്കം ടു ബി ഹാപ്പി. ഇറ്റ്സ് മീ ആൽഫിൻ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ നമ്മൾക്ക് എങ്ങനെയാണ് നമ്മളുടെ കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുക എന്നതാണ്. നമ്മൾ റെക്കോർഡ് ചെയ്യുവാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് റെക്കോർഡ് കാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ആണ്. റെക്കോർഡ് കാസ്റ്റിന്റെ ഓൺലൈൻ സ്ക്രീൻ റെക്കോർഡറും ഓൺലൈൻ വീഡിയോ എഡിറ്ററുമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു വെബ്സൈറ്റിലെ ഓൺലൈൻ വീഡിയോ എഡിറ്റർ ഉപയോഗിച്ച് നമ്മൾക്ക് നമ്മളുടെ വീഡിയോസും നമ്മൾക്ക് എഡിറ്റ് ചെയ്യാം. അതായത് നമ്മളുടെ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത വീഡിയോസ് നമ്മൾക്ക് ഇതിനകത്ത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുമാത്രമല്ല, നമ്മളുടെ ഈ ഒരു സ്ക്രീൻ റെക്കോർഡറിനകത്ത് നമ്മൾക്ക് നമ്മളുടെ മൈക്ക്, സിസ്റ്റം ഓഡിയോ എല്ലാം ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് എൻ്റെ സിസ്റ്റം ഓഡിയോയും മൈക്കും ഞാൻ റെക്കോർഡ് ചെയ്യാതെയാണ്, അതായത് ഒരു ഓഡിയോയും സെലക്ട് ചെയ്യാതെയാണ് ഞാൻ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിനകത്ത് മൈക്കും സിസ്റ്റം ഓഡിയോയും ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾക്ക് ഇതിനായിട്ട് ഏറ്റവും ആദ്യം തന്നെ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ഇതിനുശേഷം നമ്മൾക്ക് RecordCast.com എന്ന് പറഞ്ഞ ഈ ഒരു സൈറ്റിലോട്ട് വരാം. ഞാൻ ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഇവിടെ വരുമ്പോൾ ഇവിടെ സ്റ്റാർട്ട് റെക്കോർഡിംഗ്, ട്രൈ വീഡിയോ എഡിറ്റർ എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. നമ്മൾക്ക് ഇതിനായിട്ട് സ്റ്റാർട്ട് റെക്കോർഡിംഗ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് റെക്കോർഡിംഗ് മോഡാണ് ചോദിക്കുന്നത്. സ്ക്രീൻ പ്ലസ് വെബ്ക്യാം, സ്ക്രീൻ ഒള്ളി, വെബ്ക്യാം ഒള്ളി എന്ന് പറഞ്ഞ ഈ ഒരു 3 റെക്കോർഡിംഗ് മോഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾക്ക് ഇതിനകത്ത് സ്ക്രീൻ പ്ലസ് വെബ്ക്യാം എന്ന് പറഞ്ഞാൽ സ്ക്രീനും നമ്മളുടെ വെബ്ക്യാമും ഉപയോഗിച്ച് നമ്മളുടെ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനും നമ്മളുടെ വീഡിയോയും റെക്കോർഡ് ചെയ്യുന്നതാണ്. സ്ക്രീൻ ഒള്ളി എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ മാത്രം റെക്കോർഡ് ചെയ്യുന്നതാണ്. വെബ്ക്യാം ഒള്ളി എന്ന് കൊടുത്താൽ നമ്മളുടെ വെബ്ക്യാം ഉപയോഗിച്ച് നമ്മളുടെ വീഡിയോ മാത്രം ക്യാപ്ചർ ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ സ്ക്രീൻ ഒള്ളിയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് ഓഡിയോ സെറ്റിംഗ് ഓപ്ഷൻ കൊടുക്കാനാണ്. മൈക്രോഫോൺ പ്ലസ് സിസ്റ്റം ഓഡിയോ, അതായത് നമ്മളുടെ മൈക്കും അതേപോലെ തന്നെ നമ്മളുടെ കമ്പ്യൂട്ടറിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ പ്ലേ ചെയ്താൽ ആ ഒരു വീഡിയോയുടെ ഒച്ചയും എടുക്കണമെന്നാണ്. അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ മൈക്രോഫോൺ ആണ്. അതായത് നമ്മളുടെ മൈക്രോഫോൺ നമ്മൾ പറയുന്നത് മാത്രം ക്യാപ്ചർ ചെയ്യുക. ഇനി മൂന്നാമത്തേത് സിസ്റ്റം ഓഡിയോ, അതായത് നമ്മളുടെ കമ്പ്യൂട്ടറിൽ പ്ലേ ചെയ്യുന്ന ഓഡിയോ മാത്രം അത് ക്യാപ്ചർ ചെയ്യുക. ഇനി നാലാമത്തേത് നോ ഓഡിയോ, അതായത് ഓഡിയോ ഒന്നും ക്യാപ്ചർ ചെയ്യേണ്ട. ഞാനിപ്പോൾ നോ ഓഡിയോ എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇതിനുശേഷം സ്റ്റാർട്ട് റെക്കോർഡിംഗ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് നമ്മളുടെ എൻ്റയർ സ്ക്രീൻ ക്യാപ്ചർ ചെയ്യണോ, ആപ്ലിക്കേഷൻ വിൻഡോ മാത്രം ക്യാപ്ചർ ചെയ്യണോ, അതോ ക്രോം ടാബ് മാത്രം ക്യാപ്ചർ ചെയ്യണോ എന്നാണ്. ഞാൻ യുവർ എൻ്റയർ സ്ക്രീനകത്ത് എൻ്റെ എൻ്റയർ സ്ക്രീൻ സെലക്ട് ചെയ്ത ശേഷം ഞാൻ ഷെയർ എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മളുടെ റെക്കോർഡിംഗ് ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഇവിടെ നിന്നും റെക്കോർഡിംഗ് പോസ് ചെയ്യാവുന്നതാണ്, നമ്മൾക്ക് റെസ്യൂം ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്നും നമ്മൾക്ക് റീ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കാണാൻ സാധിക്കും. ഈ ഒരു ഓപ്ഷൻ റെക്കോർഡ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൈഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി അതുമാത്രമല്ല, നിങ്ങൾക്ക് മിനിമൈസ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇത് മൊത്തം റെക്കോർഡ് ചെയ്യാം. ഇപ്പോൾ ഇത് മൊത്തം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ഷെയറിംഗ് എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മളുടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾക്ക് ഇനിയും കുറച്ച് താഴോട്ട് മാറ്റുമ്പോൾ ഡൗൺലോഡ് ആൻഡ് എഡിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾക്ക് ഒരു കോപ്പി ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾക്ക് ഇതിപ്പോൾ ഇതിൻ്റെ എഡിറ്ററിലോട്ട് നമ്മളെ കൊണ്ടുവരികയാണ്. ഇപ്പോൾ നമ്മളുടെ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ടൈം ലൈനിലും വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇങ്ങോട്ട് ഓഡിയോ, ഫോട്ടോ, വീഡിയോ എല്ലാം നമ്മൾക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾക്ക് ഒന്നുകൂടി എന്തെങ്കിലും സ്ക്രീൻ റെക്കോർഡിങ്ങോ അല്ലെങ്കിൽ വീഡിയോയോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും എല്ലാം നമ്മൾക്ക് ഇങ്ങോട്ട് ഒന്നുകൂടി റെക്കോർഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിന്നും നമ്മൾക്ക് സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഉള്ളത്. നമ്മൾക്കിതാ ഈ ഒരു വീഡിയോ ട്രിം ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് തന്നെ ഉണ്ട്. നമ്മൾക്കിതാ ഇവിടെ നിന്നും സ്പ്ലിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് രണ്ടും 2 വീഡിയോ ആയിട്ട് മാറുന്നുണ്ട്.
അതുമാത്രമല്ല നമ്മൾ ഒരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്താൽ ഡിലീറ്റ് എന്നും കോപ്പി എന്നും ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ ഡിലീറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതുമാത്രമല്ല ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതാ ഇതിന്റെ സൈസ് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും അവർ തന്നെ തരുന്നുണ്ട്. ഇനി നമ്മൾക്ക് അടുത്ത ഓപ്ഷൻ ഉള്ളത് ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. ഇതിനകത്ത് നമ്മൾക്ക് ബേസിക് ടെക്സ്റ്റും ഡൈനാമിക് ടെക്സ്റ്റും ഉണ്ട്. ഇതിനകത്ത് നമ്മൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഒന്നെങ്കിൽ ഈ ഒരു പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്യുക, ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരിക. ഇതിനുശേഷം നമ്മൾക്കിതാ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇവിടെ നമ്മളുടെ ടൈറ്റിൽ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ സബ്സ്ക്രൈബ് ടു ബി ഹാപ്പി എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾക്കിതാ ഈ ഒരു ടൈറ്റിൽ വന്നിട്ടുണ്ട്. ഈ ഒരു ടൈറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇവിടെ നിന്നും ടെക്സ്റ്റ് കളർ ചൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ചേഞ്ച് വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മൾക്ക് ഈ ഒരു ടെക്സ്റ്റ് ബോൾഡ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഫോണ്ട് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ടെക്സ്റ്റിന്റെ സൈസ് കുറച്ചുകൂടി കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇറ്റാലിക് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പൊസിഷൻ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. നമ്മൾക്ക് ഇനി അടുത്ത ഓപ്ഷൻ ഉള്ളത് ബാക്ക്ഗ്രൗണ്ട് ആണ്. നമ്മൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും നമ്മൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾക്ക് ഇതാ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എലമെന്റ് നമ്മൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് നമ്മൾക്ക് ഇപ്പോൾ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ ഒരു എലമെന്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കിതാ ഇവിടെ സബ്സ്ക്രൈബ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമ്മൾക്ക് കുറേ സബ്സ്ക്രൈബിന്റെ എലമെന്റ്സ് വന്നിട്ടുണ്ട്. ഞാൻ എന്താ ഇതിനകത്ത് ഒരു ഓപ്ഷൻ ഇത് എടുക്കുകയാണ്, ജസ്റ്റ് കാണിച്ചു തരാനാണ്. അപ്പോൾ ഞാൻ എന്താ ഈ ഒരു ഓപ്ഷൻ എടുക്കുന്നു. ഇവിടെ നിങ്ങൾ ഇതിന്റെ സൈഡിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കർസർ വേറൊരു രീതിയിലോട്ട് ആയി മാറുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാനും കൂട്ടാനും സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇതിന്റെ ഈ ഒരു കോർണറിൽ പിടിച്ച നിങ്ങൾക്ക് വലുതാക്കാൻ സാധിക്കും. ഇനി നമുക്കിതാ അത് മാത്രമല്ല ഇവിടെ വേറെ എന്ത് വേണമെന്നുണ്ടെങ്കിലും സെർച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ട്രാവലിനെ കുറിച്ച് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാവലിനെ കുറിച്ച് കിട്ടും. നിരവധി എണ്ണം ഉണ്ട്, നിങ്ങൾക്ക് ഇതെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഓവർലേ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. അതായത് ഇത്രയുമേ ഉള്ളൂ. നമ്മൾക്ക് ഇപ്പോൾ താഴോട്ട് പോയാൽ ലോഗോ ഇൻട്രോ ഉണ്ട്. ഞാൻ ഇതിനകത്ത് ഒരെണ്ണമെടുത്ത് കാണിച്ചു തരാം. നമുക്കിതാ ഇതിനകത്ത് ഏത് വേണമെന്നുണ്ടെങ്കിലും ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ വേറൊരെണ്ണം ആഡ് ചെയ്യുകയാണ്. ഇതിനെ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഇതിനുശേഷം ഞാൻ എന്താ ഇവിടെ നമ്മൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മൾക്ക് ലോഗോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഒരു ലോഗോ അപ്ലോഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ ഒരു ലോഗോ അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് ഇതിനെ വലുതാക്കാൻ സാധിക്കുന്നതാണ്. അത് മാത്രമല്ല നമ്മൾക്ക് ഇവിടെ നിന്നും ഈ ഒരു ഷേപ്പിന്റെ കളറും മാറ്റാൻ സാധിക്കും. ഞാനിപ്പോൾ അതിനൊരു നീല കൊടുക്കുകയാണ്. ഇവിടുത്തെ ഈ ഒരു കളറും മാറിയിരിക്കുന്നത്. നമ്മൾക്ക് അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ഒരു ടെക്സ്റ്റിന്റെ കളറും നമ്മൾക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ഇതുപോലെ ചെയ്ത് നമ്മൾക്ക് ഇവിടെ ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റിന്റെ ഇതും കൊടുക്കാം. ഇതെല്ലാമാണ് ഇവിടുത്തെ ഓപ്ഷൻസ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ക്രോപ്പ് ചെയ്യാൻ സാധിക്കും. ക്രോപ്പ് ചെയ്യുക എന്ന് ഉദ്ദേശിച്ചത് ഇതിന്റെ സൈസ് കുറയ്ക്കാൻ സാധിക്കും. വേറൊരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതിന്റെ കോപ്പി ഒരെണ്ണം എടുക്കുകയാണ്. അത് ഞാൻ പേസ്റ്റ് ചെയ്യുന്നു. ഇതിനുശേഷം ഞാൻ ഇത് ആദ്യത്തെ മുകളിൽ തന്നെ കൊടുക്കുന്നു. എനിക്ക് മാറ്റുകയാണെങ്കിൽ എനിക്ക് ഇതിന്റെ രണ്ടാമത്തെ ഒരു കോപ്പിയും എനിക്കിതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ കാണിക്കുന്നത്. നമ്മൾക്ക് ഇതിന് ശേഷം ഇനി എക്സ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. അതിനായിട്ട് നമ്മൾക്ക് എക്സ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ സൈൻ അപ്പ് ചെയ്യുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ വെച്ചോ ഫേസ്ബുക്ക് വെച്ചോ സൈൻ അപ്പ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ സൈറ്റുകളിലൊക്കെ നമ്മളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുന്നത് ഒരു സേഫ്റ്റി ഇല്ല നമ്മൾക്ക്. ഈ ഒരു വെബ്സൈറ്റ് പറയുകയാണെങ്കിൽ ഓക്കെയാണ്. ചില വെബ്സൈറ്റിലൊക്കെ അതുപോലത്തെ ഒരു സേഫ്റ്റി ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ടെമ്പ് മെയിൽ എന്ന് പറഞ്ഞ ഒരു സൈറ്റ് ഉണ്ട്. ഇവിടെ നമ്മൾക്ക് ഒരു ഇമെയിൽ അഡ്രസ്സ് കോപ്പി ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ എന്താ ഇവിടെയും കോപ്പി ടു ക്ലിപ്ബോർഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഈ ഒരു വെബ്സൈറ്റിൽ വന്ന ശേഷം നമ്മൾക്ക് ഈ ഒരു ഇമെയിൽ ID പേസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് കൺഫേം ഇമെയിലും ഇത് തന്നെ എടുത്ത് പേസ്റ്റ് ചെയ്യാം. നമ്മൾക്ക് പാസ്വേഡ് നമ്മൾക്ക് എന്ത് വേണേലും ടൈപ്പ് ചെയ്യാം.
ഇതെല്ലാം ടൈപ്പ് ചെയ്ത ശേഷം സൈൻ അപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യണം. സൈൻ അപ്പ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇവിടെ എക്സ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. എക്സ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നെയിം കൊടുക്കാം. ഞാൻ ഇത് റെക്കോർഡഡ് എന്ന് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾക്കിതാ ഇതിൻ്റെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ പേര് റെക്കോർഡഡ് എന്നായിട്ടുണ്ട്. നമ്മൾക്ക് എക്സ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾക്ക് വീഡിയോയുടെ നെയിം ഇവിടെ നിന്നും കൊടുക്കാൻ സാധിക്കും. ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് വീഡിയോയുടെ ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ വീഡിയോയുടെ റെസൊല്യൂഷൻ ആണ്. ഞാനിത് 1920x180 കൊടുക്കുകയാണ്. ഇതിനുശേഷം ഞാൻ എക്സ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഇത് എക്സ്പോർട്ട് ആവുന്നത് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു വീഡിയോ എക്സ്പോർട്ട് ആവുന്നിടം വരെ നമ്മൾക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് വളരെ വേഗം തന്നെ എക്സ്പോർട്ട് ആവുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ വീഡിയോ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് ഇവിടെ ഇത് ഓൾറെഡി ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമ്മൾ ഡൗൺലോഡ് ഹിയർ എന്നതിൽ ക്ലിക്ക് ചെയ്യാതെ തന്നെ ഇത് ഡൗൺലോഡഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അതുകൊണ്ട് ഡൗൺലോഡ് ഹിയർ എന്നതിൽ ക്ലിക്ക് ചെയ്യേണ്ട. നിങ്ങൾക്ക് എഡിറ്റിംഗ് വേണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇതാണ് ആ ഒരു വീഡിയോ. ഇത് എൻ്റെ കർസറാണ് കേട്ടോ. ഇത് അപ്പോൾ നമ്മൾക്ക് ഇതുപോലെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു സ്ക്രീൻ റെക്കോർഡറിനും ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഈ ഒരു സ്ക്രീൻ റെക്കോർഡറിന് 30 മിനിറ്റ് മാത്രമേ റെക്കോർഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നമ്മൾക്ക് ചെറിയ റെക്കോർഡിംഗ് ആണെങ്കിൽ ഓക്കെ ആണ്. നമ്മൾക്ക് ഇനി 30 മിനിറ്റിൽ കൂടുതൽ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എഡിറ്ററിലോട്ട് വന്ന ശേഷം വീണ്ടും നമ്മൾക്ക് ഒന്നുകൂടി റെക്കോർഡ് ചെയ്താൽ മതി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആഡ് ചെയ്യാം. ഞാൻ എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. See you in the next video. It's me, Alvin, signing out. Goodbye.